ചേട്ടാ സിനിമ എങ്ങനെയുണ്ട്? ഒടിയങ്കം സിനിമ ഒടിവിദ്യയെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പടമാണ്. സാധാരണ നമ്മൾ ഒടിവിദ്യ പല സിനിമകളിലും കണ്ടിട്ടുണ്ടല്ലോ. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല സംവിധാനം, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. ഈ ഒടിയൻ മാണിക്കിനൊക്കെ പോലെ ഉള്ളൊരു ഒരു സിനിമയാണത്. ഒടിയൻ പോലത്തെ ഒരു സിനിമയാണോ ഒടിയങ്കം? ആ ഒടിയങ്കം എന്ന് പറഞ്ഞാൽ ഒടിവിദ്യയെ പറ്റി പറയുന്നതാണ്. അതായത് ഒടിയൻ മാണിക്കം എന്ന് പറഞ്ഞാൽ മോഹൻലാലിലുള്ള ഇതല്ലേ, അതില് ഒടിയൻ എങ്ങനെയാണ് ഒടിയൻ കുറെ പ്രതികാരം ചെയ്യുന്നതാണ്. ഇത് സത്യം പറഞ്ഞാൽ കീഴാള വർഗം ജന്മി വ്യവസ്ഥിതിയോട് പോരാടുന്നൊരു പടമാണ്. അവരുടെ ചൂഷണങ്ങൾക്കെതിരെ ഒടിവിദ്യയിലൂടെ പ്രതികാരം ചെയ്യുന്നൊരു കഥയാണ്. കുറച്ചുകൂടെ ഒടിവിദ്യ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള മരുന്നും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ താങ്ക് യു. സിനിമ എങ്ങനെ, ഒടിയങ്കം എങ്ങനെ ഉണ്ടായി? കൊള്ളാം. എന്താ ഇഷ്ടപ്പെട്ട ഈ സിനിമയിൽ? ഈ മോഹൻലാലിന്റെ ഒടിയനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇപ്പഴത്തന്നെ? നമ്മൾ മലയാളത്തിലെ ഒടിയൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന നമ്മുടെ മോഹൻലാലിന്റെ ഒടിയൻ മാണിക്കുമായിരിക്കും. അതെ. അപ്പൊ ആ ഒരു ഇതായിട്ട് ഇതിന്റെ എത്രത്തോളം റിയൽ സൈഡാണ് ഒടിയന്റെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒടിയൻ ഉണ്ടാവുന്നുള്ള റിയൽ സൈഡൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. കണ്ടു അല്ല കണ്ടു റിയൽ ആയിട്ട് ഒടിയൻ എങ്ങനെയുണ്ട് ഒടിയങ്കം? ചേച്ചി അഭിപ്രായം എന്താ? പേഴ്സണൽ ഒപ്പീനിയൻ എന്താ? ഒടിയങ്കം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഒടിയങ്കം എങ്ങനെയുണ്ട്? ഒടിയങ്കം എങ്ങനെയുണ്ട്? നല്ല പടമാണ്. ഒടിയങ്കം ഹിറ്റ് അടിക്കുമോ? ചേട്ടാ 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 ഇങ്ങോട്ട് വന്നേ. ചേട്ടാ 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 ചേച്ചി എങ്ങനെയുണ്ട്? കേറിപ്പോല. എങ്ങനെയുണ്ട് ഒടിയങ്കം? ഈ പടത്തിൽ എന്തൊക്കെയാ ഇഷ്ടപ്പെട്ട്? ആണോ? കഥാപാത്രത്തെ കുറിച്ച് രണ്ടു വാക്ക്. കഥാപാത്രം ഞാൻ സെക്കൻഡ് ഹീറോയിനാണ്. ഓക്കെ. കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒടിയൻ എങ്ങനെ ഉണ്ടായി, ഒരു ഒടിയൻ്റെ ഉത്ഭവം എന്താണെന്ന് പറയുന്നൊരു സിനിമയാണ്. അതിൽ ഒടിയൻ്റെ അതായത് ഈ ഒടിയൻ എന്ന് പറയുന്ന ഈ സംഭവം ഒരു മോശം ഇതിനു വേണ്ടി യൂസ് ചെയ്ത സമയത്ത് ഒടിയൻ ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള അതിന് കാരണക്കാരിയായ ഒരു കഥാപാത്രമാണ് എൻ്റെ. ഓക്കെ. ഈ ഒടിയൻ മാണിക്കിനുമായി വല്ല ബന്ധമുണ്ടോ? ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ഒടിയനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് ഒടിയനെ നമ്മൾ മലയാളികൾ കണ്ടു കഴിഞ്ഞു. ഇത് ഒടിയന്റെ പ്രതികാരം അല്ലെങ്കിൽ ഒടിയന്റെ കഥ കണ്ടു കഴിഞ്ഞു. ഈ ഒടിയൻ എങ്ങനെ ഉണ്ടായി എന്നൊരു കഥയാണ് ഈ ഒടിയങ്കത്തിലൂടെ പറയുന്നത്. അപ്പോൾ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നന്നായിട്ട് എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കണ്ടതിൽ നമുക്ക് പ്രേക്ഷകരെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. എനിക്ക് വളരെയധികം ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണുക. നിങ്ങളൊക്കെ കണ്ടായിരുന്നു. ഈ അതെ, ഒടിയൻ യൂണിവേഴ്സിലുള്ള സിനിമയാണത് ആണല്ലേ? ഓക്കെ താങ്ക് യു ചേച്ചി. ചേട്ടാ നമ്മള് ഒടിയൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഓർമ്മ വരുന്ന ചേച്ചി ഒടിയങ്കം എങ്ങനെയുണ്ട്? പോയോ? വന്നേ ചേട്ടാ, വരൂ. എങ്ങനെയുണ്ട് ഒടിയങ്കം? എന്താണ് ഇതിൽ മെയിനായിട്ടൊരു അട്രാക്ട് ചെയ്തത്? കാരണം ഒടിയൻ നമ്മൾ കേട്ടിട്ടുണ്ട് ഓൾറെഡി. ശ്രീകുമാർ മേനോൻ മോഹൻലാലിനെ വെച്ച് വളരെ വിവാദമായ ഒടിയനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു പടമാണോ ഒടിയങ്കം? അതെ. എന്നറിയില്ല, കഥയുടെ പോരായ്മ ആയിരിക്കാം, ഓവർ ഹൈപ്പ് കൊണ്ടായിരിക്കാം അത് ശ്രദ്ധിക്കപ്പെടാൻ പിന്നെ അഭിനയത്തെക്കുറിച്ച് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു കാര്യമാണ്. ഈ ഒടിയങ്കത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു വളരെ അധികം ബഡ്ജറ്റിലല്ലാതെ ചിത്രം ങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നത്. അവരെല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കേടാ, താങ്ക് യു. വെളിച്ച ഒടിയങ്കം എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ സിനിമ? ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടെ? മറ്റ് ഇതിന് മുൻപരിചയമുള്ള കഥാപാത്രം ഒന്നും അല്ല. കഥാപാത്രം എന്ന് പറഞ്ഞാൽ അഭിനേതാക്കളല്ല, പുതുമുഖങ്ങളാണ്. അപ്പോൾ അവരിൽ നിന്ന് ഇത്ര കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ സന്തോഷമായി. ഈ മോഹൻലാലിൻ്റെ ഒടിയൻ കണ്ടിട്ടുണ്ടോ? അത് കണ്ടു. അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒടിയങ്കത്തിന്? ഒടിയങ്കത്തിന് മോഹൻലാലിൻ്റെ ബന്ധമെന്ന് പറഞ്ഞാൽ മോഹൻലാൽ സദാ മദ്യപാനിയാണ് അല്ലേ? മോഹൻലാലിൻ്റെ അപ്പൂപ്പൻ അച്ഛനും ആരും അദ്ദേഹം അങ്ങനെയല്ല. പക്ഷെ ഇതിൽ ആ
ഒരിതില്ല. ഇല്ല ഇല്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടു സിനിമ. ഇഷ്ടപ്പെട്ടു. ഓക്കെ താങ്ക് യു സോ മച്ച്. സന്തോഷമാണ് സ്ക്രീനിൽ കണ്ടപ്പോൾ അത് ശരിക്കും നല്ലൊരു സന്തോഷം തോന്നി. ചേട്ടാ, മോഹൻലാലിൻ്റെ ഒരു ഷെയ്ഡുണ്ട് ഈ കഥാപാത്രമായിട്ടുള്ള ചേട്ടനും അതുപോലെ തന്നെ സിനിമയ്ക്കും. ഒടിയങ്കം എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് ഒടിയനെ കുറിച്ചാണ്. അത് അവതരിപ്പിച്ചത് മോഹൻലാലാണ്. അപ്പോൾ മോഹൻലാലിന് ശേഷം അങ്ങനെ ഒരു കഥാപാത്രം അവതരിപ്പിക്കാനായിട്ടൊരു ഭാഗ്യം ചേട്ടനാണ് കിട്ടിയത്. അപ്പോൾ എന്തെങ്കിലും സാമ്യമുണ്ടോ? അല്ല, അതൊരു ഭാഗ്യം തന്നെയാണ്. നമുക്ക് അങ്ങനെ അദ്ദേഹം ഇത്രയും വലിയൊരു മഹാനടനെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറിനെ വീണ്ടും ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭാഗ്യം തന്നെയാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇതിലങ്ങനെ ഒരു കമ്പാരിസണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കഥ വന്നു, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളൊരു ഇത് ഡയറക്ടർ പറഞ്ഞപ്പോൾ അവരതിനെ സെലക്ട് ചെയ്തപ്പോൾ നമ്മളത് ചെയ്തു. പിന്നെ ഈ സിനിമയിൽ ഒടിയൻ്റെ ഒരു പൂർവ്വകാലമാണ് പറയുന്നതെന്ന് കേട്ടു. എങ്ങനെ ഒടിയൻ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ ഒടിയൻ സിനിമയിൽ ഒടിയൻ്റെ ജീവിതമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒടിയൻ്റെ ഒരു സീക്വലായിട്ട് ഇതിനെ കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പ്രീക്വൽ? അല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സബ്ജക്റ്റാണ്. ഇത് രണ്ടും നമുക്ക് ഒരു രീതിയിലും അങ്ങോട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റില്ല. എൻ്റയർലി ഡിഫറെൻ്റ് ആണ് രണ്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.